ഹായ് ഹലോ. ഇന്ന് നമുക്ക് ട്രാവൽ വ്ളോഗ് അല്ല കേട്ടോ. ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് ആഫ്റ്റർനൂൺ റുട്ടീനാണ്. ആക്ച്വലി ഇപ്പോൾ സമയം ഉച്ചയായി കേട്ടോ. ഞാൻ ഉച്ചയ്ക്കാണ് എണ്ണീറ്റത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് എണ്ണീറ്റത്. പക്ഷേ ഇപ്പോൾ ലഞ്ച് കഴിക്കേണ്ട സമയമായി. അപ്പോൾ പപ്പ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പപ്പയോട് കൊച്ചു വർത്താനൊക്കെ പറയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പപ്പ എന്നെ ആക്ഷേപിച്ചു. ഉച്ചയ്ക്ക് വന്നിട്ടാണോ രാവിലെ കഴിച്ചോ എന്ന് ചോദിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ മുഖമൊക്കെ കഴുകാനായിട്ട് പോവാം കേട്ടോ. മുഖം കഴുകണം, അതുപോലെ തന്നെ ഫേസ് വാഷ് ചെയ്യണം. ഫേസ് വാഷ് ഞാൻ മറ്റേ നമ്മുടെ ദിയാകൃഷ്ണ വൈറലാക്കിയ ബേബി ഗ്ലോ ഉണ്ടല്ലോ കോട്ടയ്ക്കലിൻ്റെ, അതാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അത് അടിപൊളി കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ മുഖം കഴുകുന്നത്. അപ്പം ഞാൻ രാത്രി മറ്റേ കുങ്കുമാതി തൈലം തേച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ ഫേസ് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും രാവിലെ എണീക്കുമ്പോൾ. അപ്പം മസ്റ്റായിട്ടും കഴുകിയാലേ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ പല്ല് തേക്കണം, ഫുഡ് കഴിക്കണം. അപ്പം നമുക്ക് പല്ല് തേക്കാം. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുവാണ്, ഈ ഉച്ചയ്ക്ക് കഴിക്കണമല്ലോ എന്ന്. ആക്ച്വലി മോർണിംഗത്തെ ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്. മോർണിംഗ് റുട്ടീനിൽ നമ്മൾ ലഞ്ചാണ് ഗൈസ് കഴിക്കുന്നത്. പിന്നെ ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ, ദേഗയുടെ ലിപ് ബാം കേട്ടോ. ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയാണ്. കാരണം അടിപൊളി സാധനമാണ്. ഞാനൊരു 2 years ആയിട്ട് യൂസ് ആക്കുന്നുണ്ട്. കിടിലനാ. ഇടയ്ക്ക് വെച്ച് ഞാൻ നിർത്തി, എനിക്ക് പണി കിട്ടിയായിരുന്നു. ഭയങ്കര ഡ്രൈ ആയിപ്പോൾ വേറെ ലിപ് ബാം യൂസ് ചെയ്തിട്ട്. പക്ഷേ ഇത് ഭയങ്കര മോയ്സ്ചറൈസർ ആൻഡ് പിഗ്മെൻറ്റഡ് ആണ് കേട്ടോ. പിന്നെ നേരെ വർക്ക് ഏരിയയിലോട്ട് പോയി കഴിക്കാനായിട്ട്. നമ്മൾ വർക്ക് ഏരിയയിൽ ഇരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. കൂടുതലും അടുക്കളയൊക്കെ ഉണ്ട് കേട്ടോ 2 പക്ഷേ അവിടെ ഇരിക്കത്തില്ല, വർക്ക് ഏരിയയിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോഴൊരു സമാധാനം വരത്തുള്ളൂ. പിന്നെ ചോറ് മെഴുക്കുവരട്ടി നമ്മുടെ പുരയിടത്തിലാണ് കേട്ടോ. പിന്നെ ചക്ക മീൻ വറുത്തത്. ചക്ക ഇന്ന് ദീപചേച്ചി ഞാൻ രാവിലെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ മാമി ഈ ചക്ക എന്ന് പറഞ്ഞ് വന്നു കേട്ടോ. ആ ചക്കയാണ് ഈ ചക്ക. പിന്നെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ കേട്ടോ. എനിക്ക് പൊതുവേ നാടൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എത്ര കിട്ടിയാലും കഴിക്കും. പിന്നെ ചക്കയും ചീനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മീൻകറി കൂടെ കഴിച്ചോളും. ചോറ് കഴിക്കത്തില്ല. പിന്നെ അതിന് വഴക്ക ചോറ് കഴിക്കാത്തതിന് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഉണ്ട് കേട്ടോ. നമ്മൾ കൂടുതലും സവാളയും പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ കടയിൽ നിന്ന് വാങ്ങുന്നത്. ബാക്കി എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നീ എന്തോ കാണിക്കുവാന്ന്. കലിപ്പ് മൂട്. ഏത് മൂട്? കലിപ്പ് മൂട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെയൊക്കെ തേരാപ്പാരിങ്ങനെ നടക്കും കേട്ടോ. എന്താണെന്ന് എനിക്കെന്നെ അറിയത്തില്ല. പിന്നെ ഞാൻ പുറത്തു പോയിന്ന് കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ. ഭയങ്കര വെയിൽ, നല്ല കാറ്റും ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ മാവി പിടിച്ച മാങ്ങയാണ് കേട്ടോ. കുറവാണ് ഈ കൊല്ലം, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇത് മറ്റേ ഊട്ടിയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഓഫ് മാങ്ങയാണ് കേട്ടോ. അപ്പം നാളെ